ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് ചെറുപഴവും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 4 ഞാലിപ്പൂവൻ പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ പൂവൻ പഴവോ റോബസ്റ്റ പഴമോ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴം നല്ല രീതിയിൽ ഈ ഒരു സ്മാഷറോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ എല്ലാം വെച്ച് നല്ല രീതിയിലൊന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പഴം കണ്ടോ നല്ലതുപോലെ ഞാൻ ആ സ്മാഷർ വെച്ച് ഇതേപോലെ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ വെച്ചു. ജാറിലേക്ക് ഞാനൊരു 3/4 കപ്പോളമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 ഏലക്ക തൊലിയൊക്കെ കളഞ്ഞ് കുരു മാത്രം മതിയെ അത് ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പൊടിച്ചുകൊണ്ട് വന്ന ആ പഞ്ചസാര നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പഴത്തിന്റെ മിക്സില്ലേ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടോ നല്ല രീതിയിൽ ഞാൻ ആ പഞ്ചസാരയും പഴവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ഉള്ള ഫ്രഷ് തേങ്ങ ചിരകിയതാണ് അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 കപ്പോളം ഉള്ള റവയാണ്. ഞാനിവിടെ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. 1 ടീസ്പൂണോളം ഉള്ള ബേക്കിംഗ് സോഡയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ ഇവിടെ ഞാൻ നല്ല രീതിയിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കണ്ടോ ഇതേപോലെ ഇപ്പോൾ ഇവിടെ കണ്ടോ നല്ലൊരു ലൂസ് ബാറ്ററാണ്. കയ്യിൽ നല്ല രീതിയിലൊന്ന് ഒട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതല്ല വേണ്ടത്, കുറച്ചും കൂടെ ഇടാം. അപ്പം ബാക്കി ഇരിക്കുന്ന ആ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കും. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. ആ പഴത്തിൻ്റെ ആ ഒരു നനവ് വെച്ചിട്ടേ നമുക്കിത് കുഴച്ചെടുക്കാവൂ. നിങ്ങൾക്ക് ഒരുപാട് ടൈറ്റ് ആണെന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണമെങ്കിൽ ഒന്ന് ലൂസ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ കയ്യിലൊന്ന് നല്ല രീതിയിൽ ഒട്ടിപ്പിടിക്കണം. അതേപോലെ താഴേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് വീഴുകയും ചെയ്യണം. അതേ പരുവമായിരിക്കണം നമ്മളുടെ ഈ ഒരു ബാറ്ററി. ഇപ്പോൾ എനിക്ക് ആ ഒരു പഴത്തിൻ്റെ ആ ഒരു നനവ് മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. വെള്ളമൊന്നും എക്സ്ട്രാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് മതി, ഇത് കറക്റ്റ് പരുവാണ്. ഇനിയിപ്പോൾ ഇത് ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി അടുപ്പിലൊരു പാൻ വെച്ചു. പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കൈ നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഓരോ ബോൾസായിട്ട് നല്ല രീതിയിലൊന്ന് ഉരുട്ടി ഇട്ട് കൊടുക്കാം. ഓരോ വട്ടം ബോൾസ് എടുക്കുമ്പോഴും കൈ നനച്ചിട്ട് വേണം നമ്മളൊന്ന് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് അകമൊക്കെ നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. അതുവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ നമ്മളുടെ സ്നാക്ക് പുറമേ നല്ല ക്രിസ്പി ആയിട്ടും കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അകമേ നല്ല രീതിയിലൊന്ന് കുക്കും ആയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്നാക്ക് കണ്ടോ പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകമേ നല്ല സോഫ്റ്റ് ആയിട്ടും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ചെറുപഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളുടെ ഈ ഒരു സ്നാക്സിലേക്ക്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.